ഞാനെങ്ങുമില്ല. ഒരു കുഴപ്പമില്ല. ഒരു മനുഷ്യൻ ഉണ്ടാവത്തില്ല, ഭയങ്കര സേഫാ. ആളുള്ളിടത്തിരുന്ന എന്നാ പ്രശ്നം? ആളുള്ളടത്തിരുന്ന് കഴിഞ്ഞാൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ നോക്കാനോ എല്ലാം പറ്റും. ആളില്ലാത്തടത്ത് മാത്രം എന്നെ കെട്ടിപ്പിടിക്കത്തുള്ളൂ. അല്ല എടാ, നീ എവിടെ വെച്ച് വേണേലും ഉമ്മയ്ക്കോ കെട്ടിപ്പിടിക്കോ എന്നാ വേണേലും ചെയ്തു, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും കണ്ടാലോ? കണ്ടാലും എൻ്റെ വീട്ടിലെങ്ങാനും പോയി പറഞ്ഞേ? ഓ, നിന്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നം, എൻ്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമില്ല. എൻ്റെ വീട് ഇവിടെ അല്ലല്ലോ, വയനാട്ടിലല്ലേ? ആ ശരിയാ, വയനാട്ടിലുള്ളവരെ ആരും കാണത്തുമില്ല, കേൾക്കത്തുമില്ല. നീ അലമ്പാവല്ലേ? നോക്ക് നോക്ക്, നമുക്ക് പോവാം. 6:30 മുമ്പ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. ഞാൻ എത്ര നാളായിട്ട് ചോദിക്കോ, പ്ലീസ് പ്ലീസ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിനിമയ്ക്ക് പോവാം. എന്നതിന്? നിനക്കല്ലേ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും മുട്ടി നിൽക്കുന്നത്, തിയേറ്ററിൽ വെച്ച് ചെയ്തോ. അതാകുമ്പോൾ ആരും കാണത്തുമില്ല, എൻ്റെ മാനം പോകത്തുമില്ല. ഭയങ്കര റിസ്ക്കാ. എന്താ നിന്റെ കുടുംബക്കാർ മുഴുവൻ തിയേറ്ററിനകത്താണോ? അതല്ല, തിയേറ്റർ മുഴുവൻ ക്യാമറ ഇല്ലേ? നമ്മൾ വിചാരിക്കും ക്യാമറയൊക്കെ ഇരുട്ടത്ത് ബ്ലൈൻഡാണ്. ബ്ലൈൻഡ് അല്ല, എല്ലാം കാണാം. നീ ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണോ? നമുക്കിതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഈ കല്യാണത്തിന് മുമ്പ് ഇപ്പം എല്ലാം അതാ ഫാഷൻ. നമുക്ക് ഓൾഡ് ഫാഷൻ ചേഞ്ചിന്. എനിക്ക് അത്ര നിർബന്ധമാണ്. നീ ഇപ്പോൾ ഇവിടെ വെച്ച് എന്താണ് വെച്ചത്? അശ്ലീലെന്ന് പറഞ്ഞ മര്യാദ ഒന്നുമില്ലടോ. ഓക്കെടോ. കണ്ണോടൊക്കെ നാളെ പോയല്ലേ? നാളെ പോവാം. നാളെ വരുമ്പോൾ ഇതുപോലൊരു സ്കാർഫും എടുത്തോ. ബൈക്കിന് പുറകിലിരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് കാറ്റും പൊടിയൊക്കെ അടിക്കും. അപ്പോൾ ഈ തീവ്രവാദികൾ കെട്ടുന്നൊരു കെട്ടുണ്ട് സ്കാർഫ് വെച്ചിട്ട്. സംഭവം സ്റ്റൈലാണ്. എനിക്ക് അത്ര സ്റ്റൈൽ വേണ്ട. എനിക്ക് കാറ്റും പൊടിയൊന്നും അടിച്ചൊരു പ്രശ്നമല്ല. വയനാട്ടിൽ നിന്ന് ചാച്ചൻ്റെ ബുള്ളറ്റ് കയറി വരുന്ന നല്ല പ്രശ്നം. ഈ ആരെങ്കിലും കണ്ടാലേ. ഇവിടെ നീ ആരെയാടാ ഇത്രയും പേടിക്കുന്നത്? എൻ്റെ വീട്ടുകാരും പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കര ബോറാണല്ലോ. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ വെച്ചാൽ മിസ്സുള്ളൂ കേട്ടോ.
സ്കൂളിൽ നീ പറയോ നസ്രാണി പെണ്ണിനെ കെട്ടാൻ വീട്ടുകാർ സമ്മതിക്കത്തില്ലെന്ന്? അതെന്നാ വർത്താനാ പറഞ്ഞു? എന്താ ഒരു ഡൗട്ട് വെച്ചതല്ലേ? ആ കൈ കാണിച്ചു. ഗുരുവായൂരപ്പനാണ് സത്യം. ഞാൻ കേട്ടു. ഗുരുവായൂരപ്പന് പണിയാവോ? എന്നാ നീയാണ് സത്യം. ഞാൻ കേട്ടൂടാ. അതെ, നാളെ വരുമ്പോഴേ സ്കാർഫ് ഇട്ടിട്ട് വരണം. ഇപ്പം എത്ര പറ്റുള്ളൂ, പ്ലീസ് ഒന്നും മനസ്സിലാക്കുക. ഒറ്റ മകനുള്ള പേരൻസിന്റെ ചില ടെൻഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ അമ്മച്ചി പിന്നെ ഗാന്ധാരിയാണല്ലോ, വീട് നിറച്ച് പിള്ളേരാ. എന്നാ ഹലോ, ഇതെന്ത് ഹെൽമെറ്റാടാ? മുഖമൊന്നും കാണാൻ മേലല്ലോ. ഫോൺ കാണാൻ പറ്റത്തില്ലെങ്കിലും ഭയങ്കര സേഫാണ്. അലമ്പാവല്ലേ, പ്ലീസ് ഒന്ന് കയറി. സംഭവം കുമ്മാണല്ലോടാ. വയനാട് മൊത്തം അലമ്പായിക്കൊണ്ടിരിക്കുക. തണുപ്പൊക്കെ കുറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കാം. എന്നാ പറയുന്നു? നീ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല? എന്നാ പറഞ്ഞു? നീ വേറെ എവിടെയോ? അല്ലേ, ഞാനേ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഉണ്ടെങ്കിൽ പിടിച്ച് തിന്നോ? അല്ല, അതല്ല. പിന്നെ നമുക്ക് അവിടേക്ക് അങ്ങോട്ട് നടന്നാലോ? അയ്യോ, ഇത്ര വണ്ടി ഓടിച്ചിട്ട് ഇനി നടക്കാനോ? നമുക്കിവിടെ എവിടെ ഇരിക്കാം കുറച്ച് നേരം. എന്നാ അവിടെ ഇരിക്കാം. ആ അല്ല, നമുക്ക് അതിനകത്തിരുന്നാലോ? അവിടെയോ? അതെന്നാത്തിനാ അതിനകത്ത് കയറിയിരിക്കുന്നത്? ഇവിടെ നല്ല രസമല്ലേ? എന്നാടാ? ഒന്നുമില്ല. പറയടാ ചേർക്കാ. എന്നാ ഇല്ല, നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. ഇവിടെ ഇപ്പൊ വിലയിടാൻ മാത്രം എന്നാ ഉണ്ടായേ? ഞാൻ അതിനകത്ത് ഇരിക്കാന്ന് പറഞ്ഞപ്പോ നീ ഇപ്പൊ എന്നെ പുച്ഛിച്ചില്ലേ? എടാ, ഇവിടെ ഇരുന്നാ പോരെ, അതിനകത്ത് കയറി ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്നാ ചോദിച്ചേ. ഇവിടെ ഇരുന്നാ ഇപ്പൊ എനിക്കൊന്നും കെട്ടിപ്പിടിക്കാനോ ഉമ്മ നോക്കാനോ ഒക്കെ തോന്നുന്നുണ്ട്. അതിപ്പോ ഇവിടെ വെച്ച് പറ്റുമോ? കെട്ടിപ്പിടിച്ചോടാ, അതിനിപ്പ എന്നാ? പ്രൈവസി ഒക്കെ വേണ്ടേ? എടാ, ഇവിടെ മൊത്തം പ്രൈവസി അല്ലേടാ, കെട്ടിപ്പിടിച്ചോ. ഉണ്ടാക്കല്ലേ? ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ വീഴുന്ന എനിക്കറിയാലോ. ഇപ്പൊ വരാവേ. ഇങ്ങോട്ടാ? ബൈക്ക് എടുക്കണ്ടേ? എന്നാത്തിനാ? അതവിടെ വെച്ചാ പോരെ? നമ്മുടെ കൂടെ വന്ന ആളല്ലേ,
നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന മൂപ്പരും കൂടെ ഒന്ന് കണ്ടോട്ടെ. അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. എടാ ബൈക്ക് ഇവിടെ വെച്ചാൽ ആരെങ്കിലും കാണും, അവരിങ്ങോട്ട് വരും. അതല്ലടാ നിന്റെ പേടി? അധികം തള്ളൊന്നും വേണ്ട, ഇവിടെ അങ്ങ് വെച്ചേക്ക്. ഇവിടെ വെച്ച് ആരും കാണത്തൊന്നുമില്ല. ഹണിമൂൺ സ്റ്റൈൽ സെറ്റപ്പ് ഒക്കെയാണ്. നമ്മുടെ ഹണിമൂൺ ഇവിടെ ആക്കിയാലോ? അപ്പോഴേക്കും അതിന് ഇവിടെയൊക്കെ ഫ്ലാറ്റ് കിട്ടും. പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യണ്ടല്ലേ, ഇപ്പൊ തന്നെ ആക്കിയേക്കാം. എടാ നിന്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാത്തിനാ പ്രേമിക്കട്ടു? പ്രേമിക്കാൻ എന്നാത്തിനാ മടിയിൽ കിടക്കുന്നത്? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നാ പോരെ? അത് മതി. അല്ല, മടിയിലൊക്കെ കിടന്ന് ഇങ്ങനെ കണ്ണിലേക്കൊക്കെ നോക്കി അല്ലേ എൻ്റെ രീതി. നിനക്ക് എൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൈ ഇടണം. അതിന് എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ഞാൻ മടി കിടക്കണം. സ്ട്രാറ്റജികളാ സംഭവം. സ്ട്രാറ്റജി ആയിരുന്നില്ലേ? നിന്നെ പോലത്തെ ചെറുക്കന്മാർക്ക് ചെഗ്വേരയുടെ കോസ്റ്റ്യൂമും വേണു നാഗവള്ളിയുടെ മനസ്സാന്നാ ചാച്ചൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട്? അതിനറിയത്തില്ലേ? അല്ല, ഈ എൻ്റെ വിയർപ്പിനോളം ആകാശത്തിനോളം അമ്മാതിരി സ്ഥിരം ഡയലോഗൊന്നും വേണ്ട. ശരിക്കും പറയാം, എത്ര ഇഷ്ടമുണ്ട്? പറ. ഞാൻ ആലോചിച്ച് പറഞ്ഞ നീ എന്നെ കളിയാക്കും. ഇല്ല, പറഞ്ഞോ, കേക്കട്ടെ. ബൈബിളിലെ ഒരു ഡയലോഗില്ലേ, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം, നീ ഉറങ്ങിയില്ലെങ്കിലും അവളെ ഉറക്കണം. അത് മതിയോ? ഇത്രയ്ക്കൊന്നും വേണ്ട. തൽക്കാലം ഒരു കാര്യം പറഞ്ഞാൽ മതി. നിനക്ക് എന്നെയാണോ ഇഷ്ടം, എൻ്റെ ശരീരമാണോ? അല്ല, ശരീരം ഇഷ്ടപ്പെടുന്ന അത്ര മോശം പരിപാടിയൊന്നുമല്ല, എന്നാലും എന്തിനാ ഇതൊക്കെ ചോദിച്ച് ടൈം സ്പോയിൽ? എടാ എന്നാലും ഒരു ഉറപ്പിന്. തിരിച്ചു പോവാ, ആദ്യം പറഞ്ഞിട്ട് പോവാം. വിശ്വാസമില്ലല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു? നീ എപ്പോഴേലും വിശ്വാസം എന്നുള്ള വാക്കിന് പിരിച്ചു നോക്കിയിട്ടുണ്ടോ? അതിലെ ശ്വാസം എടുത്തു കളഞ്ഞാൽ പിന്നെ ആ വാക്കില്ല. ഞാനാ വാക്ക, നീ അല്ലേ ശ്വാസവും. എന്നിട്ട് എവിടെ ഇരുന്നാ നിങ്ങൾ കണ്ടത്? ഞാൻ ചെടികളുടെ ഇടയിൽ മറിഞ്ഞിരുന്നു. അവര് കണ്ട? ഞാൻ ശ്വാസം പിടിച്ചിരിക്കുകയല്ലേ. എന്നിട്ടെന്തുവാ? പിള്ളേർ പരിപാടി തുടങ്ങി. തുണി
നീ എടുത്തുണ്ടോ? തുണിയൊക്കെ ആദ്യം പഠിച്ച് വണ്ടി കൊണ്ട് വെച്ചില്ലേ. അതെന്താ അങ്ങനെ ചെയ്തേ? അതെന്താ അങ്ങനെ ചെയ്തെന്ന് അവരോട് പോയി ചോദിക്കണം. അല്ല, അതെന്താ അങ്ങനെ ചെയ്തത്? പിള്ളേരുടെ അച്ഛാ ദേഷ്യപ്പെടല്ലേ. എന്നിട്ടെന്താ, അവൻ ആളുടെ ധൃതിക്കാരനാ. അവൻ ഇപ്പം പരിപാടി നടത്തണം. അപ്പം അവള് പറയുന്നുണ്ട് ഇന്ന് അവസാനത്തെ ദിവസമാ, വേണ്ട വേണ്ട. എന്തിന്റെ അവസാന ദിവസം? മാസം അറിയേ. എന്നിട്ട് അവൻ അവള് പറയുന്നത് കേട്ടോ? എവിടുന്ന്? അവൻ മൂപ്പൂച്ച് നിൽക്കുകയല്ലയോ. അവൻ ആളൊരു വ്യാകരമാണ്. വ്യാഘ്രമല്ല, ശീഘ്രം. അവനേ ബലവാനല്ല, ബാലൻ. പക്ഷേ ആ പെണ്ണ് ആളൊരു രസ്യത്തിയാണ്. താനിപ്പോൾ ചിരിച്ചില്ലയോ, അതിനൊക്കെ മുഴക്കമുള്ള ചിരി അവളൊക്കെ ചിരിച്ചു. അത് കേട്ട് അവനങ്ങ് ഊമ്പിപ്പോയി. എന്നിട്ടേ അവൻ്റെ ചോര പറ്റിയ പൂച്ചാണ്ടി നോക്കിയിട്ട് അവൾ പറയുക, ഇതിപ്പോൾ പെറ്റിട്ട കുഞ്ഞിനെ പോലെ ഉണ്ടല്ലോ. ആ ചെറുക്ക് തിരിച്ചോ? ആ രസികൻ അവൻ എഴുതി പോകാൻ പോയി. അപ്പോൾ അവൾ അവനെ ഉറുപ്പടക്കം ഒന്ന് പിടിച്ചു, നെഞ്ചത്തോട്ട് കയറി കിടന്നു. എന്നിട്ട് പറയുക, കുറച്ചുകൂടെ സ്നേഹിച്ചിട്ട് പോയാൽ മതി. ആ ഇന്നലെ കഴിച്ച പന്നി വയറ്റി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്നാലും ഇതുവരെ കഴിച്ചില്ലേ? പോവാം. വൈകുന്നേരം അമ്പലത്തെ ചുറ്റുകളൊക്കെ ഉള്ള. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. നിനക്കല്ലായിരുന്നു ഇവിടെ വരാൻ നിർത്തി. ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞ പണിയാവും. വാ. എന്നിട്ട് ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ എത്ര നേരം. നീ പറയുന്നേക്ക്. ആരാ? കുട്ടൻ്റെ അമ്മ ഞാനാ, ജോസ്. വാസുവേട്ടൻ വിളിച്ചാർന്നേ. ദേ ഇപ്പൊ വരും, കക്കൂസെ പോയേക്കുവാ. കുട്ടൻ്റെ അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എൻ്റെ ജോസേ, നീ ഈ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എന്നോട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണ്ട. ആ ജോസേ, ഇരിക്കടാ, ഞാൻ പോരാ. ഓ, രണ്ട് ഫോണിനും കൂടെ 7000 രൂപയെ ജോസ് വന്നുള്ളൂ. കുറച്ചുകൂടെ തരായിരുന്നു. അതെ, നിങ്ങൾ എന്നാത്തിനാ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും തുണി എടുത്തോണ്ട് പോന്നേ? ചുമ്മാ ഒരു രസം. എനിക്കിപ്പോ തുണിയില്ലടാ, നീ ഉടുപ്പിക്കോ?
നീ ഇവിടെ ഇരുന്ന് കരഞ്ഞോ, ഞാൻ പോവാ.